Hello guys, welcome back to shinikitchen. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ഒരു ചെമ്മീൻ കറി റെസിപ്പിയാണ്. വളരെ സിമ്പിൾ ആണ് ചെമ്മീൻ കറി തയ്യാറാക്കാൻ, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ചെമ്മീൻ കറി തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ചെമ്മീൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കിലോ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു ചെറിയ സവാള സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി നമ്മളിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 പച്ചമുളക് നടുവേ കീറിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ സ്പൂൺ കുറച്ച് ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് 2 തവണ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുക. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേകാനായിട്ട് വയ്ക്കുക. ഇതിലേക്ക് നമ്മളിനി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടാണ് ഇതൊന്ന് വേകാനായിട്ട് മാറ്റി വയ്ക്കുന്നത്. ഇത് നമ്മുടെ ചെമ്മീനൊന്ന് ഹാഫ് കുക്കായി വരണം. ഇതൊന്ന് അടച്ചു വെച്ച് ഹാഫ് കുക്കാവുന്ന അത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പച്ചമാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 പീസ് കൊടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ 2-ാം പാലാണ് കുറച്ച് കൂടുതൽ വേണ്ടത്. ഇനിയിപ്പോൾ ഇത് നമ്മുടെ ചെമ്മീൻ ബാക്കി കൂടെ ഒന്ന് വേകാനായിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറിക്ക് നല്ല പുളിയുണ്ടെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ മാങ്ങയ്ക്ക് പുളി കൂടുതലാണെങ്കിൽ നിങ്ങളിതിലേക്ക് കുടംപുളി ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഫുള്ള് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയുടെ 1-ാം പാൽ കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചെമ്മീൻ കറിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കൊന്ന് താളിക്കണം. താളിക്കാനായിട്ടൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഊറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കടുകിനി ഒന്ന് പൊട്ടിയിട്ട് വരണം. നിങ്ങൾ കടുക് പൊട്ടിക്കുക, അല്ലെങ്കിൽ ഈ കടുക് പൊട്ടിയില്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരും നമ്മുടെ കറിക്ക്. നമ്മുടെ കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 3 വത്തൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 5-6 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ താളിക്കാൻ മാത്രമല്ല, കറി ഉണ്ടാക്കുന്നതിന് തുടക്കം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാവുന്നതാണ്, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാൻ താളിക്കാൻ മാത്രമാണ് ചുവന്നുള്ളി എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്ന അത്രയും നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അത് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതിങ്ങനെ താളിച്ചിട്ട് നമ്മൾ നമ്മുടെ ഈ ചെമ്മീൻ കറിയിലേക്ക് ഊറ്റുമ്പോഴാണ് ചെമ്മീൻ കറിക്കൊരു ടേസ്റ്റ്, അതുപോലെ തന്നെ ഒരു കളറും വരിക. ഇപ്പം നമ്മളിതിലേക്കൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. താളിക്കുന്നതിലാണ് മെയിൻ നമ്മുടെ ചെമ്മീൻ കറി ടേസ്റ്റ് ഇരിക്കുന്നത്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുക. ഇനിയിപ്പോൾ നമുക്ക് മീൻകറിയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ താളിച്ചും കൂടെ മീൻകറിയിലോട്ട് ചേർത്തിട്ട് നമ്മൾ മീൻകറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മുടെ ചെമ്മീനോട് തിളച്ച് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യേണ്ട, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീണ്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെമ്മീൻ കറി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.